ഹായ് ഹലോ മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഓമയ്ക്കയും പരിപ്പും കൊണ്ട് നല്ലൊരു ചാറുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചാറുകറി ഒഴിച്ചെറി എന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ അത് ഒരു പപ്പടം പൊള്ളിച്ചൊക്കെ ഉണ്ടെങ്കിൽ അത് മതി, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയ 2 ഓമയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി ഏറെ വെക്കുന്നതുകൊണ്ടാണ് 2 എടുത്ത്. നമ്മൾ 2-3 പേരൊക്കെ ആണെങ്കിൽ ഇച്ചിരി മതി കേട്ടോ. പകുതി വലിയ ഓമയ്ക്കൊക്കെ പകുതിയൊക്കെ മതിയാവും, ചെറുതാണെങ്കിലും ഒത്തിരി വേണ്ട. പക്ഷെ ഞാനിത് ഒരു 10-15 പേർക്ക് കണക്കാക്കിയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഞാൻ 2 ഓമയ്ക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1.5 കപ്പ് പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട്. അത് കഴുകി ഞാൻ വെള്ളം ചൂടായപ്പോൾ അതിനകത്ത് ഇട്ടു. അതുപോലെ തന്നെ ഓമയ്ക്കയും അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തത് അതും കൂടെ ചെറിയ ചെറിയ സ്ക്വയർ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് ഒന്ന് നെടുകെ കീറിയതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ നല്ലപോലെ ഇതൊന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോൾ ഞാൻ 4 പച്ചമുളക് അതിലിട്ടിട്ടുള്ളതുകൊണ്ട് പരിപ്പൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ ഒത്തിരി എരിയായി അതിനൊരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഞാനിതാ ഒരു 2 പച്ചമുളക് കൂടെ എടുത്തിട്ടുണ്ട്. പൊതുവിൽ ഈ മുളകിന് ഇച്ചിരി എരിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 3-4 ചുവന്നുള്ളി ഇട്ട് കൊടുത്തു. കുറച്ച് തേങ്ങയും കൂടെ, ആവശ്യത്തിനുള്ള തേങ്ങയും ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് നല്ല പേസ്റ്റായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പരിപ്പെല്ലാം ഇവിടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ അത് വെന്തിട്ടുണ്ട് കേട്ടോ. ചൂടായതുകൊണ്ട് ഞാൻ സ്പൂൺ കൊണ്ടൊന്ന് ഇതാക്കുന്നത്. അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ആ ഓമയ്ക്കൊക്കെ വെന്തുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചാറ് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഒത്തിരി കട്ടി വേണോ അല്ലെങ്കിൽ ലൂസായിട്ടോ അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഒരാൾ ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല മറ്റൊരാൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ അതിനാവശ്യത്തിനുള്ള ഉപ്പുമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് വെട്ടി തിളയ്ക്കട്ടെ. അപ്പോൾ ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൈ സൈഡിലാണ് ഞാൻ മൊബൈൽ വെച്ചിരുന്നത്, മൊബൈലിലാണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ കൈ തട്ടി ഇത് നീങ്ങി കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോൾ ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഞാൻ 2-3 ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പരിപ്പൊക്കെ ഇട്ട് വെച്ചതല്ലേ, അപ്പോൾ ഒരു 6-7 അല്ലി വെളുത്തുള്ളി ഞാൻ ജസ്റ്റ് ഒന്ന് ഇടികല്ല് വെച്ച് ഒന്ന് ഇടിച്ചിട്ടുണ്ട്. അതൊന്ന് പൊട്ടിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ, ചതച്ചെടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പിലയും ഒരു 2-3 വറ്റൽമുളക് ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ താളിച്ച കൂട്ടി ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കറി ഒന്ന് തിളപ്പിച്ചാണ് നമ്മൾ മാറ്റി വെച്ചത്. അപ്പോൾ ഇനി ഈ മൺചട്ടിയാണ്, അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് ചൂടാകും, കറി നല്ലപോലെ കുറുകി കിട്ടും. അപ്പോൾ ആദ്യമേ കുറുകിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരുപാട് കട്ടിയായി പോവും. അപ്പോൾ നമ്മുടെ പരിപ്പും ഓമയ്ക്കയും കൊണ്ടുള്ള ചാറുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. ബൈ.